തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പലതരത്തിൽ ആവേശഭരിതരായി നടക്കുന്നവരുണ്ട്. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ. ശൗല് പൗലോസായിട്ട് വലിയ മിടുക്കനായ മനുഷ്യൻ. Saul was a terrorist until a sudden light from heaven. He is not basing everything on your choice. ശൗലിനെ പൗലോസാക്കി മാറ്റിയപ്പോൾ അവനെല്ലാം ചപ്പന്നും ചവറന്നു വേണ്ടി അവൻ്റെ ശുശ്രൂഷയുടെ അവൻ്റെ ഗ്രേഡും കാര്യങ്ങളൊന്നുമല്ല അവൻ്റെ വിഷയം. ചിലരോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അതിന് ഇഷ്ടമില്ല, ഒന്നും ഇഷ്ടമില്ല, അവർക്കൊന്നും ഇഷ്ടമില്ല. അവരുടെ ചോയ്സല്ല, നിങ്ങളുടെ ചോയ്സല്ല ദൈവം നിങ്ങളെ എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്താണ് ദൈവം നിങ്ങളെപ്പറ്റി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കണം. ഹി ഈസ് നോട്ട് ബേസിങ് എവറിഥിങ് ഓൺ യുവർ ചോയ്സസ്, യുവർ എബിലിറ്റി ഓർ യുവർ ബാക്ക്ഗ്രൗണ്ട്. യു ക്യാൻ സ്റ്റേ ഇൻ പീസ്. നീ സമാധാനത്തോടെ ഇരിക്കണം. നിന്നെ എവിടെയാണോ ദൈവമാക്കി വെച്ചിരിക്കുന്നത് അതിൽ നീ സമാധാനത്തോടെ ഇരുന്ന് അതിലെ അനുഗ്രഹം കാണണം. You have to trust that He is sovereign when you don't understand. നിനക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നിന്റെ ദൈവം ശക്തനായ ദൈവമാണ്. അവൻ നിന്നെ വഴി നടത്തും. ചില ആളുകളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ അതിനേക്കാളും വലിയ ഡ്രീമാണ് പറയുന്നത്. ഒന്നും നടക്കുന്നുമില്ല, ഒന്നും നടക്കുകയില്ല. നമ്മൾക്കറിയാൻ നടക്കുകയില്ലെന്ന്. അതുകൊണ്ട് ദൈവികമായ പദ്ധതി ഒരാൾക്കുള്ളത്, ആ പദ്ധതി പ്രകാരം നീങ്ങിയ വിശുദ്ധ പൗലോസിനെ പോലെ അവൻ ദൈവികമായ ഇടപെടലുകൾ നിൽക്കുമ്പോൾ ആ അനുസരണത്തിൻ്റെ ആത്മാവിൽ അവൻ പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. എന്നെക്കാളും ദൈവകൃപയുള്ളവരെന്ന് എനിക്ക് തോന്നുന്നവർ, അല്ലെങ്കിൽ എന്നെക്കാളും ബഹുമാനിക്കപ്പെടേണ്ടവർ, അതാരാണെങ്കിലും അവരൊരു നല്ല കാര്യം പറഞ്ഞാൽ ഞാനത് അനുസരിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹവുമായിട്ടുണ്ട്. ദൈവികമായിട്ടുള്ള ആ ഒരു അനുഭവമാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അതിന് വേറെ ദൈവിക സംരക്ഷണം, ദൈവീക ആലോചനകൾ പലതരത്തിൽ പല ആളുകളിലൂടെ കേൾക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനെ കാണുന്നത് കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അതിനെ കണ്ട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സമാധാനത്തോടെ ശാന്തമായിരിക്കാൻ ഉള്ള ആ ശാന്തത നിൻ്റെ മക്കൾക്ക് നൽകണമേ. മാനസികമായി തളർന്ന് മനസ്സ് ചഞ്ചലിച്ച് തകർത്ത് കളയാതെ പരിശുദ്ധാത്മാവിൽ നിൻ്റെ മക്കൾ മുന്നേറുവാൻ സഹായിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, വിവിധ അഡിക്ഷനിലെ വിവിധ വിട്ടുമാറാത്ത പല ബന്ധങ്ങളിലെ കുരുക്കുകളിൽ കിടക്കുന്നവർ, രക്ഷപ്പെടുകയില്ലെന്ന് ചിന്തിച്ച് കിടക്കുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലെ പൗലോസിന് നൽകിയ ആ വെളിച്ചം കൊണ്ട് ആ സ്വർഗീയ വെളിച്ചം അടിച്ച് നിൻ്റെ മക്കളെ മാറ്റിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ശൗലിനെ പൗലോസാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ വെളിച്ചം കൊടുക്കണമേ. ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, ഓർഫനേജുകൾ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, കച്ചവടക്കാർ, വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, ഒഴിയോര കച്ചവടക്കാർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലെ ഒരുപോലെ വ്യാപരിച്ച് പരിശുദ്ധാത്മാവിൽ നിന്റെ മക്കളെ ബലപ്പെടുത്തി ശക്തീകരിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.